ഹലോ, എല്ലാവർക്കും SR കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അടിപൊളി പുഡിങ്ങായിട്ടാണ് വന്നിരിക്കുന്നത്. അവക്കാഡോ പുഡിങ് കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മുടെ അവക്കാഡോ പുഡിങ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം നമുക്ക് ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്താൽ വേഗം തന്നെ സോക്ക് ചെയ്ത് കിട്ടും. ഇപ്പം ഇത് മുഴുവനും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ വേഗം തന്നെ സോക്ക് ചെയ്ത് കിട്ടും. പുഡിങ്ങിനായിട്ട് ഞാൻ 2 അവക്കാഡോ എടുത്തിട്ടുണ്ട്. ഒരുവിധം പഴുത്തതാണ് എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്തത് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഇതിൻ്റെ ഉള്ളിലെ സീഡ് കളയാം. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ പൾപ്പ് എടുക്കാം. അതൊരു സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് കോരിയെടുക്കുക. നന്നായി പഴുത്ത കാരണം ഇതുപോലെ കോരിയെടുക്കാൻ എളുപ്പമായിരിക്കും. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. അതിനായി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് പാലൊഴിച്ചിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ പാലൊന്നും ഒഴിച്ച് കൊടുക്കണില്ല. ഇത് നല്ലവണ്ണം പഴുത്തതായതുകൊണ്ട് വെള്ളത്തിൻ്റെ ഇതൊന്നും വേണ്ട. ഇത് ഇങ്ങനെ തന്നെ അടിച്ച് കിട്ടും. ഇപ്പോൾ ഇത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അടുത്ത സ്റ്റൗവിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. പാല് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട്. 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. രണ്ടും ഒരേ ടൈമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ. പാലൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ചൈന ഗ്രാസ് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ പാലും അത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് പുഡിങ്ങിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പഞ്ചസാര നല്ലവണ്ണം മെൽറ്റാക്കി എടുക്കണം. പാല് തിളച്ച് വരരുത്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച അവക്കാഡോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പാലിൽ നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം. കട്ടയൊന്നും കെട്ടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചൈന ഗ്രാസും ഒരുവിധം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതുപോലെ ആയതിനു ശേഷം ഇതിലേക്ക് മെൽറ്റാക്കിയ ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. ഒരേ ചൂടിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ. പാല് തിളച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ ഇത് പാല് പിരിഞ്ഞു പോകും. അപ്പോൾ തിളയ്ക്കുന്നതിന് മുൻപ് വേണം ചൈന ഗ്രാസ് ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വേഗം തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ഈ ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ചൈന ഗ്ലാസ് ഒഴിക്കുമ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ സ്റ്റൗ വെച്ച് കൊടുക്കരുത്. ഇനി ഇതിൻ്റെ മുകളിലുള്ള ബബിൾസ് നമുക്കൊരു സ്പൂൺ വെച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ പുഡിങ്ങിന് നല്ല ഫിനിഷിങ് ഉണ്ടായിരിക്കും. ഇതൊരു സ്കിൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറിൽ സെറ്റായതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 2-3-4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ഇപ്പോൾ ഇത് 2-3-4 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. നല്ലവണ്ണം സെറ്റായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഗാർണിഷിങ്ങിനായിട്ട് ഞാൻ ബദാമും അണ്ടിപ്പരിപ്പുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ കടിക്കണം എന്നുണ്ടെങ്കിൽ സെറ്റാവണേക്കാട്ടി മുന്നേ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. അടിപൊളി പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു.